സമസ്ത ഹോംസിൻ്റെ കഴക്കൂട്ടം സൈറ്റിലെ സ്റ്റീൽ വർക്കിൻ്റെ വിശേഷങ്ങളുമായി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റീൽ വർക്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിലേറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സിറപ്പിടുന്ന കമ്പി നമുക്ക് 135 ഡിഗ്രിയിൽ ഇതുപോലെ വളച്ച് വയ്ക്കണം. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് കറക്റ്റായിട്ട് നോക്കണം. ഇതിപ്പോൾ അടുത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോളത്തിനകത്ത് നമ്മൾ സിറപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ അങ്ങനെ സിറപ്പ് ചെയ്യാറില്ല. കോളത്തിനകത്ത് നമ്മൾ സിറപ്പ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലാപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ലാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് ഈ ബീമിനെ സംബന്ധിച്ച്, ഈ പ്ലിന്ത് ബീമിനെ സംബന്ധിച്ച് ടോപ്പ് വരുമ്പോഴത്തേക്ക് കംപ്രഷൻ സോണും ബോട്ടം വരുമ്പോഴത്തേക്ക് ടെൻഷൻ സോണുമാണ് വരുന്നത്. അതായത് ഇത് നമ്മുടെ കംപ്രഷൻ സോണും ഇത് ടെൻഷൻ സോണുമാണ്. ഇപ്പോൾ ലോഡ് നമ്മുടെ സെൻട്രൽ പോയിന്റിൽ ലോഡ് വരുമ്പോഴത്തേക്ക് ഇത് താഴും, ഇങ്ങനെ വരും. റാ തിരിച്ചിട്ടാൽ എങ്ങനെയാണ് വരുന്നത് ആ മെത്തേഡിലായിരിക്കും ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഈ പോർഷനിൽ കമ്പി മേളിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പോർഷനിലെ കമ്പി മേളിലോട്ട് വരും, ഇവിടെ നിന്ന് മേളിലോട്ട് പോകും, ഇത് താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് മേളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ താഴോട്ട് വളച്ച് വയ്ക്കുന്നത്. ടോപ്പ് ബാറ് താഴോട്ട് വളച്ച് വയ്ക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഡെവലപ്പിംഗ് ലെങ്ത് എന്നാണ് നമ്മൾ പറയുന്നത്, DL. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ വളച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ കമ്പി ഇതിന് മുകളിലോട്ട് പോകാൻ ചാൻസ്. ഇത് മുകളിലോട്ട് പോകത്തില്ല, കാരണം ഇവിടെ താഴോട്ട് വളച്ച് വെച്ചിരിക്കുന്ന കാരണം അത് മേളിലോട്ട് പോകത്തില്ല. ഇത്തരത്തിൽ നമ്മൾ ലാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വരുമ്പോൾ ടെൻഷൻ സോൺ താഴെയാണ് വരുന്നത്. അപ്പോൾ താഴെ വരുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ സെൻറ്റർ പോർഷനിൽ, ഈ ബീമിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഒരിക്കലും ലാപ്പ് ചെയ്യരുത്. ലാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഈ സൈഡിലെ ലാപ്പ് ചെയ്യാവും. അതാണ് നമ്മളിവിടെ ഈ സൈഡ് പോർഷനിൽ ലാപ്പ് ചെയ്തേക്കുന്നത്, ബോട്ടം ബാർ. കാരണം ഇവിടെയാണ് ബെൻഡിങ് മൊമെൻറ്റ് കൂടുതലായിട്ട് വരുന്നത്, സെൻട്രൽ പോർഷനിൽ. എന്നാൽ ടോപ്പ് ബാർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിൽ നിന്ന് L/4 ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ വിട്ടതിന് ശേഷം ബാലൻസ് നമുക്ക് ഇങ്ങോട്ട് ലാപ്പ് ചെയ്യാം. ഇത് ടോപ്പിലാണ് ലാപ്പ് ചെയ്യേണ്ടത്, മറ്റേത് ഈ സൈഡിലായിട്ടായിരിക്കും ലാപ്പ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സിറപ്പ് നമ്മൾ ഇതുപോലെ തന്നെ 135ൽ ബെൻഡ് ചെയ്ത് ടോപ്പിൽ നിർത്തണം. ഇതുപോലെ 135. ഇത് 90 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ വരുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രിയിൽ ചെയ്യാറുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ ലോഡ് വരുന്ന മേൾ സൈഡിൽ. അപ്പോൾ ഇവിടെ നിന്ന് ലോഡ് വരുമ്പോഴത്തേക്ക് ഈ സൈഡ് കൊണ്ട് ഇങ്ങനെ വളഞ്ഞ് മേളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഈ സൈഡ് കൊണ്ട്. അതുപോലെ ഈ സൈഡ് ഇതാണ്ട ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ 35 ഡിഗ്രിയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ലോഡ് വന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു പോകത്തില്ല, ഈ സൈഡ് വളഞ്ഞു പോകത്തില്ല. അതാണ്ട ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം. അതാ ഇത് 135 വളച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ലോഡ് വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഇത് മേളിലോട്ട് വളഞ്ഞ് കയറത്തില്ല. കോൺക്രീറ്റ് കൂടി വരുമ്പോഴത്തേക്ക് ഈ സൈഡ് കോൺക്രീറ്റ് കൂടി ഫില്ല് ആകുമ്പോഴത്തേക്ക് ഇത് നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കും. എന്നാൽ ഇതുപോലെയാണ് നമ്മൾ വളച്ചിടുന്നതെന്നുണ്ടെങ്കിൽ ലോഡ് കയറിയാലും നമ്മൾ കോൺക്രീറ്റിനകത്ത് ഇറങ്ങാത്തത് കാരണം ഇവിടെ കൊണ്ടിങ്ങനെ ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് കോൺക്രീറ്റ് ഫില്ലാവും, ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഫില്ലാവും. അതുപോലെ ഈ കവറിങ് ബ്ലോക്കുകൾ സാധാരണ പ്ലിന്ത് ബീമിന് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ കവറിങ് ബ്ലോക്ക് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. കാരണം ഈ കവറിങ് ബ്ലോക്ക് വെച്ചാൽ കറക്റ്റ് ഈ സ്റ്റീലിനെ കറക്റ്റ് മെത്തേഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങിപ്പോവും കവറിങ് ബ്ലോക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ. ഇത് കവറിങ് ബ്ലോക്ക് വെച്ച് കറക്റ്റായിട്ട് ഫുള്ള് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കവറിങ് ബ്ലോക്ക് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കവറിങ് ബ്ലോക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റീല് കറക്റ്റ് മെത്തേഡ് തന്നെ കറക്റ്റായിട്ട് വയ്ക്കോളും. ഇനി ഷട്ടറിങ് വർക്ക് കൂടി കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈറ്റ് കോൺക്രീറ്റായി, പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റായി. കോൺക്രീറ്റിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.